ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണത്തിൻ്റെ 15-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ബേഥലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ നസ്രയനായ യേശു തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി വീണ്ടും മടങ്ങി വരുമെന്നും അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നും യേശു കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നും വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് 14ഓളം പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് തൻ്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദകോലാഹലങ്ങളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കാഹളമുണ്ടായിരിക്കും, കർത്താവിൻ്റെ ഗംഭീരനാദമുണ്ടായിരിക്കും, പ്രധാന ദൂതൻ്റെ ശബ്ദമുണ്ടായിരിക്കും. അതിനാധാരമായി തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വചനങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിഷയം, തൻ്റെ അനുഗാമികളോട് ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞിട്ട് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. തൻ്റെ അനുഗാമികളെ കാണുവാൻ കർത്താവ് വരും. താൻ വരുന്നതിന് മുൻപ് മരിച്ചുപോയവരെ ഉയർപ്പിക്കും, ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തും. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് വരും. രൂപാന്തരപ്പെട്ടവരുമായ ക്രിസ്തു ഭക്തന്മാർ യേശുവിനെ എതിരേൽക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ തങ്ങൾ പ്രസംഗിച്ച, തങ്ങൾ ആരാധിച്ച, തങ്ങൾ വിശ്വസിച്ച കർത്താവിനോടൊപ്പം യുഗായുഗമായിട്ട് മരണമില്ലാതെ അവർ ജീവിക്കും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ഈ ക്രിസ്തീയ പ്രത്യാശയുള്ളതുകൊണ്ടാണ് എതിർപ്പുകളെയും അപമാനങ്ങളെയും നിന്ദകളെയും വധഭീഷണികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിൽ നിലനിന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഇവിടെ അനവധി ചക്രവർത്തിമാർ, അനവധി പ്രസിഡന്റന്മാർ, പല പ്രധാനമന്ത്രിമാർ, പല സൈന്യാധിപന്മാർ തങ്ങളുടെ നിയമങ്ങളിലൂടെയും കായിക ബലത്തിലൂടെയും വധശിക്ഷയിലൂടെയും നിരോധനാജ്ഞകളിലൂടെയും ഒക്കെ ഈ ക്രിസ്തീയ മാർഗത്തെ തച്ചുടയ്ക്കുവാൻ കഴിഞ്ഞ 2000 വർഷം പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിൻ്റെ രഹസ്യം ക്രിസ്തുവാണ്. യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിക്ക്, യേശുവിനെ അനുഗമിക്കുന്നൊരു വ്യക്തിക്ക് യേശുവിനെ തള്ളിക്കളയുവാൻ, തള്ളിപ്പറയുവാൻ സാധിക്കുകയില്ല. അല്ല, യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഒരു ഉയർപ്പ് തനിക്കുണ്ട്, കർത്താവ് തന്നെ ഉയർപ്പിക്കും എന്നുള്ള പ്രതീക്ഷ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദീപം പോലെ പ്രകാശിക്കുകയാണ്.
നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിൽ കേൾക്കുന്ന ശബ്ദങ്ങളാണ്. യഹോവയായ ദൈവം ന്യായപ്രമാണം നൽകേണ്ടതിന് വേണ്ടി സീനായ് മലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വലിയ കാഹളധ്വനിയും ശബ്ദകോലാഹലങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് തൻ്റെ കർത്താവിൻ്റെ സഭാസ്ഥാപനത്തിന് വേണ്ടി, ഉദ്ഘാടനത്തിന് വേണ്ടി സിയോൻ കുന്നിൽ മർക്കോസിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ വലിയ മുഴക്കവും ശബ്ദകോലാഹലങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട്. ത്രിത്വത്തിൽ രണ്ടാമനായ നസ്രയനായ യേശു തൻ്റെ സഭയെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ വരുന്ന വേളയിലും ദൈവത്തിൻ്റെ കാഹളമുണ്ടാകും, പ്രധാന ദൂതന് ശബ്ദമുണ്ടാകും, കർത്താവിൻ്റെ ഗംഭീര നാദമുണ്ടാകും. ഈ ശബ്ദങ്ങൾക്കെല്ലാം ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. കർത്താവിൻ്റെ ഗംഭീരനാദത്തിലാണ് മരിച്ചവർ ഉയർക്കുവാൻ പോകുന്നത്. യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് ഇങ്ങനെ പറഞ്ഞിരുന്നു, മരിച്ചവർ ദൈവകുമാരൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകുകയാണ്, കേൾക്കുന്നവർ ജീവിക്കുവാൻ പോകുകയാണ്. ഇതിങ്കൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത് എന്ന കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് പറഞ്ഞ കാര്യം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ അക്കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവയെ വീണ്ടും വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പ്രധാന ദൂതൻ്റെ ശബ്ദമാണ്. ആരാണ് ഈ പ്രധാന ദൂതൻ? ഈ പ്രധാന ദൂതൻ മീഖായേൽ ആണ് എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മീഖായേലാണ് യേശു, യേശുവാണ് മീഖായേൽ എന്നൊക്കെ യഹോസാക്ഷികൾ പഠിപ്പിക്കാറുണ്ട്. അത് 100% തെറ്റാണ്. ഇവിടെ കർത്താവായ യേശുവിനോടൊപ്പം പ്രധാന ദൂതൻ വരുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴക്കുന്നതുമായിട്ടാണ് നാം ഇവിടെ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വായിച്ചത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, അപ്പോൾ കർത്താവ് അവിടെയുണ്ട്, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും, അപ്പോൾ പ്രധാന ദൂതൻ അവിടെയുണ്ട്, ദൈവത്തിൻ്റെ കാഹളത്തോടും, അപ്പോൾ ദൈവത്തിൻ്റെ കാഹളത്തോ അവിടെയുണ്ട്. ഇതോടൊപ്പം ഇറങ്ങി വരുമെന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മീഖായേൽ പ്രധാന ദൂതനാണ്, യേശുവല്ല മീഖായേലല്ല യേശു എന്ന് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 6 ചിറകുകളുള്ള സാറാഫുകളെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ബൈബിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കെരൂബുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കോടിക്കണക്കിന് മാലാഖമാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മാലാഖമാരുടെയൊക്കെ പ്രധാനികളായിട്ടുള്ള ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളാണ് ഗബ്രിയേൽ, അതിലൊരാളാണ് മീഖായേൽ. ഗബ്രിയേലിനെ നമ്മൾ കാണുന്നത് ദൂതുകൾ പറയുവാനായിട്ട്, ദൈവിക സന്ദേശങ്ങൾ പറയുവാനായിട്ട് മറിയുടെ അടുക്കിലേക്കും അതുപോലെ തന്നെ ദാനിയേലിൻ്റെ അടുക്കിലേക്കുമൊക്കെ ദൈവിക ദൂത് പറയുവാൻ വരുന്ന ഗബ്രിയേലിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മീഖായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മീഖായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. സാത്താനുമായിട്ട് യുദ്ധം ചെയ്യുന്ന മീഖായേലിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലൂസിഫർ എന്ന സാത്താനും ഉണ്ട്. ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പരമാധികാരിയാണ്. തനിക്ക് ഏകാധിപതിയായിരിക്കാൻ കഴിയും. അത് തികച്ചും ന്യായമാണ്. തന്നിൽ അന്യായം ഒന്നുമില്ല. എന്നാൽ താൻ ഏകാധിപതിയാകുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുകൊണ്ട് ഒരു പ്രതിപക്ഷത്തെ കൂടെ താൻ അനുവദിച്ചിരിക്കുന്നു. ആ പ്രതിപക്ഷത്തിന് തനിക്കെതിരായി പറയാനും തൻ്റെ ദൂതന്മാരോട് യുദ്ധം ചെയ്യുവാനും പ്രവർത്തിക്കുവാനുമൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതാണ് സാത്താൻ്റെ പ്രവർത്തനങ്ങൾ, ലൂസിഫറിൻ്റെ പ്രവർത്തനങ്ങൾ. പ്രതിപക്ഷത്തെ ദൈവം സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തന്നെ അവരുടെ അനീതിപരമായ പ്രവർത്തനങ്ങളെ നിയമപരമായി തടയുന്ന ഒരു നീതിപരമായ പ്രവർത്തനവും ദൈവത്തിനുണ്ട്. അതിൽ മീഖായേലിനെ ദൈവം അധികമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
പ്രത്യേകിച്ച് മോശയോടുള്ള ബന്ധത്തിൽ തൻ്റെ ശരീരത്തെ അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സാത്താനെ, അവനോട് പോരാടുവാൻ വന്നു നിൽക്കുന്ന മീഖായേലിനെയും നമുക്ക് യൂദായുടെ ലേഖനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. ആ വേദഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഒരധ്യായം മാത്രമേ ഈ ലേഖനത്തിലുള്ളൂ. ഇത് ഇസ്കരിയോത്ത് യൂദ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാനിവിടെ വായിക്കുന്നു. പ്രധാന ദൂതനായ മീഖായേൽ. അപ്പോൾ പ്രധാന ദൂതൻ മീഖായേലാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന് ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. അവിടെ പ്രധാന ദൂതൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആ ദൂതൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇവിടെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധിയും ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ വായിച്ചത് മോശയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരു വാദപ്രതിവാദം നടക്കുകയാണ്. പിശാച് അവകാശവുമായി വന്നിരിക്കുകയാണ്. അതിനെ എതിരിടാനായിട്ട്, അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് ദൈവം അയക്കുന്നത് മീഖായേലിനാണ്. ആ ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. ഇത് യോർദാനിലെ നെബോ പർവ്വതത്തിനടുത്തായി നടന്ന ഒരു സംഭവമാണ്. മോശ മരിക്കുന്നത് ജോർദാനിലെ നെബോ പർവ്വതത്തിൽ വെച്ചാണ്. ആ പർവ്വതത്തിൽ നിന്ന് നോക്കിയാൽ ഇസ്രയേലിലെ പല ഭാഗങ്ങളും കാണുവാനായി കഴിയും. താൻ പ്രസംഗിച്ച, താൻ സ്വപ്നം കണ്ട ആ കനാൻ നാട്, അതിനടുത്ത് വന്നപ്പോൾ തനിക്ക് പ്രവേശിക്കുവാൻ അനുവാദമില്ലാതെ മരണത്തിന് താൻ വിധേയനാകുകയാണ്. അത് ദൈവത്തിൻ്റെ ന്യായപരമായ ഒരു ന്യായവിധി കൂടിയായിരുന്നു. മോശയുടെ ജീവിതത്തിൽ ഉണ്ടായ പാളിച്ചകൾക്കെതിരായിട്ടുള്ള ഒരു ശിക്ഷ. എന്നാൽ കരുണാവാരിധിയായ ദൈവം ആ ബാലശിക്ഷ കഴിഞ്ഞ് മോശയെ കനാൻ നാട്ടിൽ മോറിയാക്കുന്നിൽ യേശുവിനോടൊപ്പം നിർത്തുന്ന രംഗം നമുക്ക് മത്തായിയുടെ സുവിശേഷം 17 വായിക്കുവാൻ കഴിയും. ഈ മോശയെ മാനിക്കുന്ന രംഗം നമുക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുവാൻ കഴിയും. ദൈവം സ്നേഹവാനാണ്, അതുകൊണ്ട് തള്ളിക്കളയുകയില്ല. ദൈവം നീതിമാനാണ്, അതുകൊണ്ട് ആരുടെ തെറ്റിനെതിരായും ദൈവം തൻ്റെ ന്യായമായ ശിക്ഷ നടപടികളെടുക്കും. എന്നാൽ അത് കണ്ടുകൊണ്ട് സാത്താൻ തൻ്റെ ഭക്തന്മാരെ ന്യായം വിധിക്കാൻ പരിശ്രമിച്ചാൽ, തടഞ്ഞു വെക്കാൻ പരിശ്രമിച്ചാൽ ദൈവം അതിനുള്ള നടപടിയെടുക്കും എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്ന ഈ രംഗം യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഈ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരിക്കൽ ഞാൻ ചെന്ന് നിന്നുകൊണ്ട് ഇസ്രയേൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ മോശയ്ക്കുണ്ടായ ആ ധർമ്മസങ്കടം, ആ വേദന ഏകദേശം എനിക്ക് മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ ജോർദാൻ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സരസൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ ഈ നെബോ പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്ക് തൻ്റെ ബെൻസ് കാറിൽ കൊണ്ടുപോയി. ആ പർവ്വതത്തിൻ്റെ ഇറക്കം ഇറങ്ങി ഞങ്ങളതിൻ്റെ അടിവാരത്തിൽ ഇറങ്ങി ആ കാറിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. എൻ്റെ മനസ്സ് മുഴുവൻ മോശയിൽ ചുറ്റിപ്പറ്റി നിന്നു എന്ന് മാത്രമല്ല, എന്നെക്കുറിച്ചുകൂടെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇത്ര താഴ്മയുള്ള, ഇത്ര വിനയമുള്ള, ഇത്ര വിശുദ്ധിയുള്ള മോശ, താൻ 40 വർഷം സ്വപ്നം കണ്ട, താൻ 40 വർഷം പ്രസംഗിച്ച, മറ്റുള്ളവർക്ക് പ്രചോദനമായിരുന്ന ആ മോശ ആ പാലും തേനും ഒഴുകുന്ന കനാൻ നാടിൻ്റെ അടുക്കൽ വന്ന് മരിക്കുന്നു. ഞാൻ നിന്ന
ആ ഭാഗത്തെവിടെയോ അടക്കപ്പെട്ടിരിക്കുന്നു. ഞാനിങ്ങനെ മരവിച്ച് നിൽക്കുകയാണ്. ഒരു വാക്യം എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. അന്നാളിൽ പലരും എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ വീര്യപ്രവൃത്തി ചെയ്തു, അത്ഭുതം പ്രവർത്തിച്ചു എന്നൊക്കെ പറയും. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് വിളിച്ചു പറയുന്ന ആ ശബ്ദം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഈ ചിന്തകൾ എന്നെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെടിയൊച്ചയാണ് കേൾക്കുന്നത്. ഒരു അറബി ആകാശത്തിലേക്ക് വെടിവെച്ചിട്ട് ആ തോക്കുമായിട്ട് ഞങ്ങളുടെ നേരെ വരികയാണ്. വാസ്തവത്തിൽ ഭയമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഭയമുണ്ടായില്ല. കാരണം ഞാനിങ്ങനെ മരച്ചവിടെ നിൽക്കുകയാണ്. ഞാൻ എന്നെക്കുറിച്ചും മോശയെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ചിന്തിച്ച് മരച്ചു നിന്നതുകൊണ്ട് ഭയത്തിന് എന്നിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. അദ്ദേഹം സരസനുമായിട്ട് അറബി ഭാഷയിൽ സംസാരിച്ചു. ഒരുപക്ഷെ അവിടെ നിരോധനാജ്ഞ ലംഘിച്ച്, അതിർത്തി ലംഘിച്ച് ഞങ്ങൾ ചെന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ആ അറബി ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും തിരിച്ചു പോകുവാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്ത ആ രംഗം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോകുകയാണ്. എന്നാൽ സാത്താൻ മോശയുടെ ശരീരത്തെ അവകാശപ്പെട്ടപ്പോൾ, അതിനോട് വാദിച്ച് നിൽക്കുമ്പോൾ മീഖായേൽ അവിടെ വരികയാണ്. മീഖായേലിന് മുൻപിൽ പൂച്ചയെ കണ്ട എലിയെപ്പോലെ സാത്താൻ വിറയ്ക്കുകയാണ്, ഭയപ്പെടുകയാണ്. കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ ലൂസിഫറിന് അവിടെ എങ്ങും നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഈ തെസലോനിക്ക ലേഖനം 4:16 നമ്മൾ വായിച്ചത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്തിനാണ് കർത്താവ് ഈ മീഖായേലിനെ കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിന്ത ഈ നെബോ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ എവിടെയോ ഈ മീഖായേലും ലൂസിഫറും മോശയുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി നടത്തിയ വാദത്തെക്കുറിച്ചും കർത്താവ് ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആകാശത്തിലേക്കാണ് ഇറങ്ങി വരുന്നത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടാണ്. സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. ഈ ആകാശത്തെയും സ്വർഗമായിട്ട് ബൈബിളിൽ ഉപമിച്ചിട്ടുണ്ട്. ബൈബിൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. സ്വർഗങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഈ ആകാശവും സ്വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ ദൈവം അക്ഷരാർത്ഥത്തിൽ വസിക്കുന്ന സ്വർഗാതിസ്വർഗമല്ല അത്. അപ്പോൾ സാത്താൻ ഈ ആകാശമണ്ഡലത്തിലാണ് ഇപ്പോൾ അധിവസിക്കുന്നത്. അവൻ്റെ ഹെഡ് ക്വാർട്ടർ അവിടെയാണ്. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അവൻ്റെ ദൂതഗണങ്ങൾ ഉണ്ട്. അവന് ഒരു രാജ്യവുമുണ്ട്. അവൻ്റെ രാജ്യത്തിലേക്കാണ്, അല്ലെങ്കിൽ ആകാശത്തിലേക്കാണ് കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാനായി പോകുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ബേഥലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അത് മറ്റുള്ളവരുടെ മരണവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തരുത്. യേശുവിൻ്റെ മരണം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. അവ പൂർണ്ണമായി ഒരു യാഗത്തിൻ്റെ ക്രമം പാലിച്ചുകൊണ്ട്, നിയമം പാലിച്ചുകൊണ്ട്, അതൊരു പാപപരിഹാര ബലിയായിരുന്നു. മാത്രമല്ല, ബലിയായിത്തീർന്ന കർത്താവ് പരിശുദ്ധനായിരുന്നു. തൻ്റെ രക്തം പരിപാവനമായിരുന്നു. തൻ്റെ മരണം തിരുവെഴുത്തിൻ പ്രകാരമായിരുന്നു. അതുകൊണ്ട് ആ മരണത്തിലൂടെ പാപമോചനമുണ്ട്, ആ മരണത്തിലൂടെ ശാപമോചനമുണ്ട്, ആ മരണത്തിലൂടെ നീതീകരണമുണ്ട്, ആ മരണത്തിലൂടെ വീണ്ടെടുപ്പുണ്ട്. മാത്രമല്ല, ആ മരണത്താൽ സാത്താനെ പരാജയപ്പെടുത്തി കർത്താവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരിയായി തീർന്നു.
മാത്രമല്ല കർത്താവ് തൻ്റെ മരണത്താൽ മരണത്തെ പരാജയപ്പെടുത്തി മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശം വാങ്ങി. എന്നിട്ടും സാത്താൻ അവൻ്റെ തന്ത്രങ്ങൾ നടത്തുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ദൈവം പരമാധികാരിയാണ്, തനിക്ക് ഏകാധിപതിയാകാം, അത് തെറ്റല്ല. പക്ഷേ ദൈവം അത് ചെയ്യുന്നില്ല. ഒരു പ്രതിപക്ഷത്തെ താൻ അനുവദിച്ചിരിക്കുന്നു. ആ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, തനിക്കെതിരായി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിനെ ന്യായപരമായി എതിർത്ത് വിജയിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഏകാധിപതിയായി നിന്നുകൊണ്ട് എല്ലാറ്റിനെയും അടിച്ച് ഒതുക്കി ഭരിക്കുന്ന ഒരു ദൈവത്തെയല്ല ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു സാത്താൻ്റെ തലസ്ഥാന നഗരിയിലേക്ക്, അവൻ്റെ സ്വർഗത്തിലേക്ക്, അവൻ്റെ ആകാശത്തിലേക്കാണ് സ്വർഗത്തിൽ നിന്ന്, യഥാർത്ഥ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ പോകുന്നത്. യേശുവിൻ്റെ ആരാധകർ, മരിച്ചുപോയവർ, ജീവനോടിരിക്കുന്നവർ, അവരും യേശുവിനെ എതിരേൽക്കാൻ ചെല്ലേണ്ടത് ഈ ആകാശത്തിലാണ്, അഥവാ സാത്താൻ്റെ ഹെഡ്ക്വാർട്ടറിലാണ് യേശുവിനെ എതിരേൽക്കുവാൻ അവർ ചെല്ലേണ്ടത്. അപ്പോൾ മോശയുടെ ശരീരത്തെ അവകാശം പറഞ്ഞ് വാദിച്ചവൻ എന്നെയും നിങ്ങളെയും വെറുതെ വിടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഇവിടെ മീഖായേൽ വരുന്നത്. മീഖായേലിൻ്റെ ശബ്ദം സാത്താൻ്റെ സ്വർഗത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ മുഴങ്ങുമ്പോൾ സാത്താൻ വിറയ്ക്കും, ഭയപ്പെടും. തൻ്റെ മക്കളെ തടയുവാൻ അവന് കഴിയുകയില്ല. ഒരിക്കൽ കൂടി തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് വരാറായി. സംഭവങ്ങളെല്ലാം യേശു കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ ജീവിക്കുന്നവരെല്ലാം രൂപാന്തരപ്പെടും. നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? വേർപെട്ടിട്ടുണ്ടോ? കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരുങ്ങണം. യേശു കർത്താവിൻ്റെ വരവിത സമീപമായി ഇരിക്കുന്നു. ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ ഗംഭീര ശബ്ദം കേൾക്കുവാൻ തുടങ്ങുകയാണ്. പ്രധാന ദൂതൻ്റെ ശബ്ദം സാത്താന്യ ലോകം അറിയുവാനായി പോകുകയാണ്. ആകയാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം, ഉണരാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ പുനരാഗമനം വളരെ സമീപിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. എൻ്റെ പ്രേക്ഷകരിൽ ആരും കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകാതെ അങ്ങയുടെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യമായി ജീവിപ്പാനുള്ള കൃപ നൽകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേ വിഷയത്തിൻ്റെ 16-ാമത്തെ എപ്പിസോഡ് കാണുന്നവരെ, കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.